എരുമപ്പെട്ടി റീച്ച് ഫോർ ദ സ്റ്റാർസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേനകളിൽ പ്രവേശിക്കാൻ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്കായി സൗജന്യ ക്ലാസ് സംഘടിപ്പിച്ചു. NDA, NA, CDS, CDS-OTA, AF-CAT, നീറ്റ് ബയോളജി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. തികച്ചും സൗജന്യമായാണ് റീച്ച് ഫോർ ദി സ്റ്റാർസ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസുകളിൽ എൻട്രി പരീക്ഷകൾക്കുള്ള വിഷയങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളോടൊപ്പം മറ്റു കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സഹായകമായ വിവിധ സെഷനുകളും ഉണ്ടായിരുന്നു. സമാപന യോഗം എരുമപ്പെട്ടി സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച് വികാരി ഡീക്കൻ ഡാൽവിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പഠനത്തിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തയ്യാറെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. റീച്ച് ഫോർ ദി സ്റ്റാർസ് ഗ്രൂപ്പിൻ്റെ ചീഫ് കോർഡിനേറ്റർ മേജർ KP ജോസഫ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി എക്സ് പ്രവർത്തകനായ KA ഫരീദ് അലി മുഖ്യാതിഥിയായി. ജില്ലാതല ജൂഡോ റെസ്ലിംഗ് മത്സരങ്ങളിൽ 4 മെഡലുകൾ നേടിയ എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ റിനോൾഡ് ആതിര ദമ്പതികളുടെ മകളായ സാൻഡ്ര ഐറിനെ എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് AM റഷീദ് ഉപഹാരം നൽകി അനുമോദിച്ചു. അതിഥികൾക്കും അധ്യാപകർക്കും കോർഡിനേറ്റർമാർക്കും അക്കാദമിക് വിജയികൾക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ മത്സരങ്ങളും ഓണക്കളികളും ഒരുക്കിയിരുന്നു. ഫസ്റ്റ് ഭാഗം എത്തി. അപ്പൊ ഇങ്ങനെ ഡയലോഗ് തുടങ്ങി. മോസസ് എല്ലാം പ്രിപ്പയർ ആയിട്ട് ഗ്രീൻ റൂമിലിരിക്കുകയാണ്. നാടകം തുടങ്ങി. മോസസിന്റെ സമയമായി. അപ്പോ മോസസിന് മുമ്പിലാണ് ഡയലോഗ്. മറ്റുള്ളവർക്ക് വേണ്ടി അവനവന്റെ സമ്പത്തും ജീവിത സമയമൊക്കെ ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അത് തന്നെയാണ് വലിയ ആനന്ദം. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാണ്. നമ്മൾ ഏത് തൊഴിൽ പ്രവേശിച്ചാലും, മാധ്യമ പ്രവർത്തകനാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും കളക്ടറാണെങ്കിലും ജവാനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ സേവനം മറ്റുള്ളവർക്ക് കൂടി, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി വേണ്ടി സമർപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു മാനസിക സന്തോഷം ലഭിക്കുകയുള്ളൂ. നമ്മൾ യഥാർത്ഥ പൗരന്മാരായി തീരുകയുള്ളൂ. ഇവിടുന്ന് കിട്ടുന്ന ഇത്തരം അറിവുകളെല്ലാം പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങൾ അത്തരം ഒരു ചിന്താഗതിയിലേക്ക് കൂടി മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓണം എന്തായാലും ഒരു മെമ്മറബിൾ ഓണം ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞങ്ങളിത് എല്ലാ വർഷവും ആഘോഷിക്കാറുള്ളതാണ്. പക്ഷെ ഇതില് ഒരുപാട് പേര് പുതുമുഖങ്ങളുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്നും ഒരു അവിസ്മരണീയ ദിനമായിരിക്കും. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.